ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസിൻ്റെ ബാക്കി പാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ വായോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് കോഡ് സ്റ്റിക്കേഴ്സാണ്. ഇതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോഡ് സ്റ്റിക്കേഴ്സ് പോലെയല്ല, കവായി തീമിൽ അത്ര തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് എന്തൊക്കെയാണോ എഴുതേണ്ടത് ആ കാര്യം ലൈറ്റായിട്ട് ആദ്യം പെൻസിൽ യൂസ് ചെയ്തൊന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ അതിനൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഡബിൾ ലെയറിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ടെക്സ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മളതിനെ ജെൽ പെന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് വരച്ചതിന് ശേഷം ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കളയുക. ഇതാണ് നമ്മൾ മെയിൻലി ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് ഞാൻ പെൻസിൽ കളർ യൂസ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ചൂസ് ടു ഷൈൻ പോലെ നമ്മൾ പല ലൈൻസിലായിട്ട് എഴുതുന്ന സംഭവങ്ങൾക്ക് നമുക്ക് ഡിഫറെൻ്റായിട്ട് കളേഴ്സ് കൊടുക്കാം. അതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് ചെയ്തതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പാർട്ട് ഇട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലാണ് ഒട്ടിക്കുന്നത്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 5-10 റേഞ്ച് കിട്ടുന്ന A4 സൈസ് ഷീറ്റ് വന്നിട്ട്. എന്നിട്ട് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരിക നൈസായിട്ട് പീൽ ചെയ്യുക, കുറച്ച് ഫെവിക്കോളോ ഗ്ലൂ സ്റ്റിക്കോ തേച്ചിട്ട് നമ്മുടെ ജേർണലിൽ ഒട്ടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.